കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു വീണ് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ മകൻ നവനീത് സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്ത ദേവസ്വം ബോർഡിൽ ജോലിയിൽ പ്രവേശിച്ചു. വൈക്കം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിൽ ഓവർസിയറായിട്ടാണ് നിയമനം. ദേവസ്വം മന്ത്രി VN വാസവന്റെ സാന്നിധ്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോട്ടയം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VU ഉപ്പുലിയപ്പന്റെ മുമ്പാകെ എത്തി നിയമന ഉത്തരവ് കൈപ്പറ്റിയാണ് നവനീത് ചുമതലയേറ്റത്. ഉടൻ തന്നെ വൈക്കത്തെ ഓഫീസിലെത്തിയും ജോലിയിൽ പ്രവേശിക്കും. ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ നൽകിയ എല്ലാ ഉറപ്പും പാലിക്കപ്പെട്ടിരിക്കുകയാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇപ്പോൾ വേക്കൻസിയുള്ള പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള വൈക്കം താലൂക്കിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിൽ തന്നെ ഓവർസിയറായി പോസ്റ്റ് ചെയ്യും. 2 വർഷത്തെ പ്രൊമോഷൻ കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് അദ്ദേഹത്തിന് പ്രൊമോഷനൊക്കെ ആയി വരിക. ആ നിലയിൽ അവരാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആ ഓർഡർ ദേവസ്വം ബോർഡിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി. ഇന്ന് ജോയിൻ ചെയ്യാമെന്നതാണ്. വരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ കൂടി വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം വന്നതാണ്. ആ കുടുംബത്തിനെ എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ് ചേർത്ത് പിടിച്ച് എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നു. എല്ലാവരുടെയും പിന്തുണയിൽ നന്ദി രേഖപ്പെടുത്തുന്നതായി ബിന്ദുവിന്റെ മകൻ നവനീതും പ്രതികരിച്ചു. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച മിനിസ്റ്ററിനും സാമൂഹിക പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും ജനങ്ങൾക്കും എല്ലാം ഞാനിപ്പോൾ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ വേർപാടിന് വേണ്ടി, എൻ്റെ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച, അതുപോലെ തന്നെ പെങ്ങളുടെ ആരോഗ്യനിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പ്രൊഫസർ CM കുസുമൻ, നവനീതിന്റെ ബന്ധു ഗിരീഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂലൈ മാസം 3-ാം തീയതിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മകളുടെ ചികിത്സാർത്ഥം എത്തിയ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു ആശുപത്രി കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.